അതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് വ്യായാമം ഔഷധമാണെന്നുള്ളത്. അത് എത്രത്തോളം ശരിയാണ്? തീർച്ചയായിട്ടും വ്യായാമം ഏറ്റവും ഞാൻ പറഞ്ഞു ഭക്ഷണം, വ്യായാമം, ഉറക്കം 3 സ്തൂപങ്ങളാണ്, 3 തൂണുകളാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവനെ, നമ്മുടെ ആരോഗ്യത്തെ താങ്ങി നിർക്കുന്ന 3 തൂണുകളായിട്ട് പറയാം. കൃത്യമായ ഉറക്കം, കൃത്യമായ സമുചിതമായ സൗഹൃദമായ ഭക്ഷണം, ചടുലമായ ആരോഗ്യം, വ്യായാമം. ഈ വ്യായാമം നാം ചെയ്തിരിക്കണം. വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന നമ്മുടെ മാംസപേശികൾക്കും ശരീരത്തിന് കൊടുക്കുന്ന വ്യായാമം പലതരത്തിലുണ്ട്. എയറോബിക്, അനേറോബിക്. ശ്വസനം ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് എയറോബിക് വ്യായാമം. നടക്കുക, ഓടുക, തുഴയുക, ഡാൻസ് ചെയ്യുക, ഇതെല്ലാം എയറോബിക്. അല്ലാതെ ഉണ്ട് ബലം പിടിച്ചുകൊണ്ടുള്ളത്. ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം ബലം പിടിച്ചുകൊണ്ടുള്ള അൺഎയറോബിക്, അതായത് ശ്വസന പ്രക്രിയ ഒപ്പം ചെയ്യാൻ പറ്റാത്ത ഒരു വ്യായാമം ചെയ്യരുതെന്നാണ്. ബലമായിട്ട് എന്തെങ്കിലും പൊക്കുക എന്നൊക്കെ. അപ്പോൾ ശ്വസനം നമ്മൾ ബലം പിടിക്കുകയാണ്, ശ്വാസം പിടിച്ചു നിർത്തി, അത് ഹൃദ്രോഗിക്ക് നിഷിദ്ധമാണ്. ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം നടക്കുക മിതമായി, ഓടുക, അല്ലെങ്കിൽ തുഴയുക, സൈക്കിൾ ചവിട്ടുക, ഡാൻസ് ചെയ്യുക, ഇതെല്ലാം എയറോബിക് ശ്വസന പ്രക്രിയ നിർവിഘ്നം നടത്തിക്കൊണ്ട് ചെയ്യാവുന്നതായതുകൊണ്ട് അത് ഒരു ഹൃദ്രോഗിക്ക് ഏറ്റവും ആവശ്യമാണെന്നാണ് പറയുന്നത്. ഈ വ്യായാമം പക്ഷേ അമിതമാകരുത്. ഏതാണ്ട് ഒരു ദിവസം ഒരു 20 മിനിറ്റ്, 30 മിനിറ്റ്, 40 മിനിറ്റ്, ഒരാഴ്ചയിൽ ഏതാണ്ട് 150 മിനിറ്റാണ് നാം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ദിവസം ഏതാണ്ട് 6-30, 5 ദിവസം, 1 മണിക്കൂർ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 30 മണിക്കൂർ, 1 മണിക്കൂറിന് പകരം ഏതാണ്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, പറ്റുമെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഏതാണ്ട് ഒരു 150 മിനിറ്റ് വളരെ സമുചിതമായ ഒരു വ്യായാമ പരിധിയാണ്. ആ ലക്ഷ്മണരേഖ നാം തെറ്റിക്കുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. ആ ലക്ഷ്മണരേഖ നമ്മൾ തെറ്റിക്കാതെ കൃത്യമായി മിതമായി നമ്മുടെ വ്യായാമ പരിധി കൂട്ടി, വാമപ്പ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂൾ ഡൗൺ, വ്യായാമത്തിൻ്റെ ആ ലെവൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ഇത് തെറ്റിക്കുമ്പോഴാണ് വ്യായാമ സമയത്ത് പലർക്കും അപകടങ്ങൾ ഉണ്ടാകുന്നത്.